പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ സിസ്റ്റം? ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ ചെയ്യാൻ അതിനുള്ള ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. എ ഫിനാൻഷ്യൽ സിസ്റ്റം comprises institution, market, instrument and services that facilitate the flow of fund between savers and borrowers. കുറെ ആളുകൾ ഫണ്ട് സേവ് ചെയ്ത് കയ്യിൽ ഫണ്ടുള്ള ആളുകൾ ഉണ്ടാവും, അത് കടമെടുക്കാനുള്ള ആളുകൾ ഉണ്ടാവും. ഓക്കെ എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ആളുകളും ഇൻവെസ്റ്റ്മെന്റ് ഏറ്റെടുക്കാനുള്ള ആളുകളും എന്നുള്ളത് ആണ്. അവരുടെ ഫണ്ടിന്റെ ഫ്ലോ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകള്, മാർക്കറ്റുകള്, ഇൻസ്ട്രുമെന്റ്, സർവീസസ്, ഇതിനൊക്കെ എന്താ പറയുക, ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നു. It serves as the backbone of economic development by efficiently allocating resources and promoting investment, trade and growth. ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ നട്ടെല്ലാണ് ഇത്. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ട് ഇത് അലോക്കേറ്റ് ചെയ്താൽ ആ രാജ്യത്ത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിലൂടെ പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് ആൻഡ് ഗ്രോത്ത്. കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബാങ്ക്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻഷുറൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ സ്റ്റോക്ക്, ബോണ്ട്, ഡെറിവേറ്റീവ്, ലോൺ ആൻഡ് ഇൻഷുറൻസ് പോളിസീസ്. സ്റ്റോക്കുകൾ, ഷെയർ കൊടുക്കുന്ന സ്റ്റോക്ക്, ബോണ്ട്, അതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ആ സ്റ്റോക്ക് എടുത്തുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഫിനാൻഷ്യൽ സർവീസ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി, അസറ്റ് മാനേജ്മെന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്, പേയ്മെന്റ് സിസ്റ്റം. റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, നമുക്ക് രാജ്യത്തുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കുകൾ ഇന്ത്യയിലാകുമ്പോൾ RBI ഉണ്ട്, സെബി ഉണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇനി റോൾ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. ഒന്ന്, മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, കൺവേർട്ട് ഹൗസ് ഹോൾഡ് സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്, ഡ്രൈവിംഗ് എക്കണോമിക് ഗ്രോത്ത്. എന്ന് പറഞ്ഞാൽ ആളുകളെ കയ്യിൽ പണം ഉണ്ട്, ഈ പണം എവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, അതിനൊക്കെയുള്ള ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് സേവ് ചെയ്ത ഫണ്ട് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള, കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിലൂടെ ആ രാജ്യത്ത് ഡ്രൈവിംഗ് എക്കണോമിക് ഗ്രോത്ത്. എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഡയറക്റ്റ് ഫണ്ട് ടു സെക്ടേഴ്സ് വിത്ത് ഹൈ പൊട്ടൻഷ്യൽ ഫോർ റിട്ടേൺസ്, എൻഷുറിംഗ് ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സസ്. ഇതിൽ ഇവിടെ നടക്കുന്നത് ഫണ്ട് ഡയറക്റ്റ് ആയിട്ട് ഓരോ സെക്ടറിലേക്ക് എത്തുകയാണ്. നമ്മൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫണ്ട് എവിടേക്ക് എത്തുന്നത്, ഈ കമ്പനി ക്യാപിറ്റൽ ആവശ്യമുള്ള കമ്പനികൾ, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള കമ്പനികൾ, അവരിലേക്ക് എത്തുകയാണ്. അതിലൂടെ തന്നെ ഹൈ പൊട്ടൻഷ്യൽ റിട്ടേൺ ലഭിക്കുകയാണ്. എൻഷുറിംഗ് ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സ്. ക്യാപിറ്റൽ ഫോർമേഷൻ എൻകറേജസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രി ആൻഡ് ടെക്നോളജി, കോൺട്രിബ്യൂട്ടിംഗ് ടു ലോങ് ടേം ഗ്രോത്ത്. ഇതിലൂടെ ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തണം. ഇത് ഇൻവെസ്റ്റ്മെന്റ് എൻകറേജ് ചെയ്യുന്നതിന് ഏതൊക്കെ, ഇൻഫ്രാസ്ട്രക്ചറിന്, വ്യവസായങ്ങൾക്ക്, ടെക്നോളജിക്കൊക്കെ. ഇതെന്നെ ലോങ് ടേം ഗ്രോത്തിലേക്ക് നയിക്കാൻ സഹായിക്കും. ഫെസിലിറ്റേഷൻ ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പ്രൊവൈഡ് മെക്കാനിസം ഫോർ പേയ്മെന്റ്, ക്രെഡിറ്റ് ആൻഡ് ഫിനാൻസിംഗ്, ബൂസ്റ്റിംഗ് ട്രേഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. രാജ്യത്തിലെ ട്രേഡിലേക്കും കൊമേഴ്സ് സിസ്റ്റത്തിലേക്കൊക്കെയുള്ള ഫണ്ട് ഇതിലൂടെയാണ് വരുന്നത്. അവിടെയുള്ള പേയ്മെന്റ്, ക്രെഡിറ്റ്, ഫിനാൻസിങ്, ഇതിലൂടെ എന്ത് ചെയ്യും, രാജ്യത്തെ എക്കണോമിക് ആക്ടിവിറ്റിയും ട്രേഡും ബൂസ്റ്റ് ചെയ്യും. റിസ്ക് മാനേജ്മെന്റ്, ഓഫേഴ്സ് ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഇൻഷുറൻസ് ആൻഡ് ഡെറിവേറ്റീവ് ടു മാനേജ് ഫിനാൻഷ്യൽ റിസ്ക്. ചില കാര്യങ്ങളിൽ നമുക്ക് ഫണ്ട് നിക്ഷേപിക്കുമ്പോൾ അവിടെ നഷ്ടവും ലാഭമൊക്കെ വരും, ചിലപ്പോൾ ഹൈലി റിസ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആളുകൾക്കുള്ള ഇൻഷുറൻസ് പോലുള്ള ഡെറിവേറ്റീവ് ടു മാനേജ് ഫിനാൻഷ്യൽ റിസ്ക്, ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളുണ്ട്. അതാണ് റിസ്ക് മാനേജ്മെന്റ്. എക്കണോമിക് സ്റ്റെബിലിറ്റി, എ റോബസ്റ്റ് ഫിനാൻഷ്യൽ സിസ്റ്റം റെഡ്യൂസ് എക്കണോമിക് ഫ്ലക്ച്വേഷൻ ആൻഡ് ഫോസ്റ്റേഴ്സ് റെസിലൻസ് അഗൈൻസ്റ്റ് ക്രൈസിസ്. എന്ന് പറയാം, ഒരു നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ചെയ്യും ആ രാജ്യത്തിലുള്ള എക്കണോമിക് ഫ്ലക്ച്വേഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ എക്കണോമിക് ക്രൈസിസിനെ എതിർക്കാനും സാധിക്കും. Encourage entrepreneurship. Access to capital enables entrepreneurs to start, expand business, promoting innovation and job creation. എന്ന് പറഞ്ഞാല് ഇതിലേക്ക് ആളുകൾ ഫണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് ഇവിടെ നടക്കുന്നത്, ഈ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എന്റെ കയ്യിൽ ഫണ്ട് ഉണ്ട്, ഇത് എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, എനിക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്റർപ്രനേഴ്സ് എന്ത് ചെയ്യും, അവരുടെ കമ്പനിയുടെ ഷെയർ വിൽക്കും, അത് നമ്മൾ വാങ്ങും. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ക്യാപിറ്റൽ കിട്ടും, അവർക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ, അതിലൂടെ പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് ജോബ് ക്രിയേഷൻ ഒക്കെ സാധ്യതകളുണ്ട്. ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ,
Long term financing from financial market support infrastructure development, which is crucial for economic progress. ലോങ് ടേമിലേക്കുള്ള ഫിനാൻസിങ് എന്ന് പറയുന്നത് ഫ്രം ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുള്ളത് അത് ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചറിനാണ്, വിച്ച് ഈസ് ക്രൂഷ്യൽ ഫോർ എക്കണോമിക് പ്രോഗ്രസ്. പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് ബ്രിങ് അൺഡിസേർവ്ഡ് പോപ്പുലേഷൻ ഇൻ ടു എക്കണോമിക് മെയിൻ സ്ട്രീം, റെഡ്യൂസിങ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി. എല്ലാവരിലേക്കും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ട്. എവിടെ എത്തിപ്പെടാത്ത എല്ലാവരിലേക്കും എത്തിക്കുക. ഈ സിസ്റ്റം എല്ലാവരെയും അറിയിക്കുക. അതിലൂടെ ഈ സിസ്റ്റത്തിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതെന്ത് ചെയ്യും? അൺഡിസേർവ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനിലേക്ക് ഈ സിസ്റ്റം എത്തും. അവരെ എക്കണോമിക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലൂടെ റെഡ്യൂസ് പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി. ഗ്ലോബൽ ഇന്റഗ്രേഷൻ. ഫെസിലിറ്റേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ്, എൻഹാൻസിങ് കൺട്രീസ് ഗ്ലോബൽ കോമ്പറ്റീവ്നെസ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതോടെ ഒരു രാജ്യം ഒരു ഗ്ലോബൽ കോമ്പറ്റീഷന് തയ്യാറാകുകയാണ് ചെയ്യുന്നത്. ചലഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഡെവലപ്പിംഗ് എക്കോണമി. ഡെവലപ്പിംഗ് എക്കോണമിയിലുള്ള ഇതിന്റെ ചലഞ്ചസ് ആണ് പറയുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എല്ലാവരിലേക്കും ഫിനാൻഷ്യൽ സർവീസ് എത്തിയിട്ടുണ്ടാവും. ഇപ്പോഴും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാതെ ഇത് അറിയാത്ത കുറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ഒരു സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ ലാക്സ് ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസ്. Inefficient resource allocation, poor governance and regulatory framework can lead to misallocation of fund. അതിൽ poor governance ഉം regulatory framework എന്ത് ചെയ്യും? വളരെ ശരിയായിട്ടുള്ള രീതിയിലല്ലെങ്കിൽ ഫണ്ടിന്റെ മിസ് അലോക്കേഷനിലേക്ക് നയിക്കും. ലോ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ ഒന്നാണ് ആളുകൾക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി. വീക്ക് ഫിനാൻഷ്യൽ സിസ്റ്റം ക്യാൻ എക്സാഗ്രഗേറ്റ് എക്കണോമിക് ഷോക്ക്. വീക്ക് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് വളരെ രീതിയിൽ അവിടുത്തെ ഒരു എക്കണോമിക് ഷോക്ക് അതിനെ ബാധിക്കും. അത് എക്കണോമിക് ഇൻസ്റ്റബിലിറ്റിയിലേക്ക് നയിക്കും. ഓക്കെ, താങ്ക് യു.